232 കോടി രൂപ മുടക്കിയിട്ട് കേരളത്തിൽ 726 AI ക്യാമറകൾ സ്ഥാപിച്ച വാർത്തയെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. AI ക്യാമറ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ 5 ദിവസമാകുമ്പോഴും പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ഈ ക്യാമറയ്ക്ക് എന്താണ് ഇത്രമാത്രം വില എന്ന് ചോദിക്കുമ്പോൾ, പണ്ട് ഒരു സിനിമയിൽ കണ്ണട ധരിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ വസ്ത്രമില്ലാതെ കാണാൻ സാധിക്കും. ആ ടെക്നോളജി ഈ ഗ്ലാസ്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഈ ക്യാമറയും AI അടങ്ങിയിട്ടുള്ള ക്യാമറയാണ്. ഇതിൽ പല ടെക്നോളജി ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരെയും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ അഴിമതി ഉണ്ടെന്നും AI ക്യാമറ സ്ഥാപിച്ചത് വൻ അഴിമതിയിലൂടെയാണെന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകളും പല ഓപ്പോസിഷൻ ലീഡേഴ്സും ഉന്നയിക്കുന്നുണ്ട്. AI ക്യാമറ അഴിമതി ആരോപണത്തിൽ സർക്കാരിനെയും കെൽട്രോണിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ AI ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ സംസ്ഥാനം നടപ്പാക്കിയ നീക്കം? ഈ AI ക്യാമറ സ്ഥാപിച്ചതിൽ എന്തെല്ലാം അഴിമതികളാണ് അടങ്ങിയിരിക്കുന്നത്? വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. $235 കോടി രൂപയായിരുന്നു 726 ക്യാമറകൾ സ്ഥാപിക്കാനായിട്ട് കെൽട്രോൺ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ അവസാനം അനുവദിച്ചത് 232 കോടി രൂപയാണ്. ഈ 726 ക്യാമറകളിൽ 700 ക്യാമറകൾ മാത്രമേ AI ക്യാമറകളായിട്ടുള്ളൂ. അവശേഷിക്കുന്ന 26 ക്യാമറകളിൽ 18 എണ്ണം സിഗ്നൽ ലംഘിച്ചാൽ അതിനെ കണ്ടെത്താൻ സാധിക്കുന്ന RLVD എന്ന് പറയുന്ന റെഡ് ലൈറ്റ് വയലേഷൻ ഡിറ്റക്ടർ ആണെന്നും 4 എണ്ണം മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്യാമറകളാണെന്നും ഈ ഹൈവേകളിലൊക്കെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ക്യാമറകളായിരിക്കുമെന്നും മറ്റു 4 എണ്ണം പ്രധാനമായിട്ടും സ്പീഡ് ഡിറ്റക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാമറകളായിരിക്കുമെന്നാണ് കെൽട്രോണിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം അറിയാൻ സാധിക്കുക. ഇന്ന് ഈ ക്യാമറകൾ സ്ഥാപിച്ചു. അടുത്ത മാസം മുതൽ ഈ ക്യാമറകളിൽ നിന്ന് ഫൈന് വരുമെന്ന കാര്യവും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ്, 232 കോടി രൂപ മുടക്കുമ്പോൾ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം സർക്കാരിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അടുത്ത 5 വർഷം കൊണ്ട് ഈ ഒരു കാശ് പുഷ്പം പോലെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. ഏകദേശം 424 കോടി രൂപ 5 വർഷം കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വമ്പൻ ഉറപ്പായിരുന്നു കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം സർക്കാർ നൽകിയത്. സോ എന്താണ് ഈ ഒരു കെൽട്രോൺ? ഈ ഒരു സംശയം പലർക്കും ഉണ്ടായേക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ് ഈ കെൽട്രോൺ എന്ന് പറയുന്നത്. ഈ കെൽട്രോണിന്റെ പ്രധാനപ്പെട്ട ദൗത്യം കേരള സർക്കാരുടെയും ബാക്കിയുള്ള പല സർക്കാർ ഓറിയന്റഡ് ആയിരിക്കുന്ന പദ്ധതികളിൽ വേണ്ട ഇലക്ട്രോണിക് സപ്പോർട്ട് നൽകുക, അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. ഈ കെൽട്രോൺ പല സമയങ്ങളിലും പല വിവാദങ്ങളിലും കുടുങ്ങിയിട്ടുണ്ട്. ഈ വിവാദങ്ങളെ പറ്റിയും കെൽട്രോണെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ പറ്റിയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു കെൽട്രോൺ ഈ ഒരു കരാർ, ഈ AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള കരാർ 2020 സ്വന്തമാക്കുന്നത്. ഈ കരാർ സ്വന്തമാക്കിയ ശേഷം ആ സമയം മുതൽ തന്നെ നിരവധി ആരോപണങ്ങളായിരുന്നു കെൽട്രോണെതിരെ ഉന്നയിക്കപ്പെട്ടത്. 235 കോടി രൂപ ചെലവ് വരുമെന്നും ആ ചെലവ് നടത്തിയാൽ എത്രമാത്രം ലാഭം ഉണ്ടാക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെടുത്തിയ കെൽട്രോൺ ഈ ഒരു ടെൻഡർ സ്വന്തമാക്കുകയായിരുന്നു. ഈ ടെൻഡർ സ്വന്തമാക്കി തന്നെ നിരവധി ആരോപണങ്ങൾക്ക് ഇന്ന് വിധേയമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കെൽട്രോൺ ഒരു തരത്തിലുള്ള കാര്യവും പരിഗണിക്കാതെ സർക്കാർ ആ ടെൻഡർ വേണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നും അതിൽ തന്നെ നിരവധി അഴിമതികൾ ഉണ്ടെന്ന് പറയുന്ന രീതിയിലും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ കെൽട്രോൺ ഈ ഒരു കോൺട്രാക്ട് സ്വന്തമാക്കിയെങ്കിലും കെൽട്രോൺ നേരെ ചെയ്തൊരു കാര്യം, ഇത് മറ്റൊരു സ്ഥാപനത്തിന് സബ് കോൺട്രാക്ട് ആയിട്ട് നൽകിയതാണ്. അതായത് ഇവർ ഈ എൻറ്റയർ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, ബട്ട് ഈ കോൺട്രാക്ട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഈ കോൺട്രാക്ട് മറ്റൊരു സ്ഥാപനത്തിന് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള SRIT എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഈ ഒരു കോൺട്രാക്ട് കെൽട്രോൺ കൈമാറിയത്. ഈ കോൺട്രാക്ട് SRITക്ക് കൈമാറിയപ്പോൾ ഏകദേശം 151.22 കോടി രൂപയാണ് ഈ ഒരു മൊത്തം പ്രൊജക്ടിന് എസ്റ്റിമേറ്റഡ് ആയിട്ട് കെൽട്രോൺ കൈമാറിയത്. സോ ബാക്കിയുള്ള ഒരു 80 കോടി രൂപയുടെ അടുത്ത് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന സംശയം പലർക്കും ഉണ്ടായേക്കാം. ഈ തുക അടുത്ത 5 വർഷത്തേക്ക് ഈ ക്യാമറകൾ സ്ഥാപിച്ച് അതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് ചെലവാക്കുമെന്ന് പറയുന്ന കാര്യമായിരുന്നു കെൽട്രോൺ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ്, ഈ കരാർ മറ്റൊരു കമ്പനി കൈമാറിയതിലൂടെ മാത്രം 15 കോടി രൂപയുടെ കമ്മീഷൻ കെൽട്രോൺ കൈപ്പറ്റിയിരിക്കാമെന്നാണ് ഇന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സും പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. സോ കെൽട്രോണിന്റെ ആദ്യത്തെ കമ്മീഷനായിട്ട് 15 കോടി ലഭിച്ചു കഴിഞ്ഞു. പിന്നെ 80 കോടി ഓൾറെഡി മെയിൻ്റനൻസ് വർക്ക് എന്ന പേരിൽ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്, ഈ AI ക്യാമറകളെ നിരീക്ഷിക്കാനായിട്ടുള്ള കൺട്രോൾ റൂം സ്ഥാപിക്കുമെന്നാണ് കെൽട്രോൺ പറഞ്ഞത്. ഇതിലെല്ലാത്തിനും പുറമെ സെൻട്രലൈസ്ഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ലെവലിലൊരു കൺട്രോൾ റൂം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കൺട്രോൾ റൂം സ്ഥാപിക്കാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും കെൽട്രോണ് ഇത്രമാത്രം തുക വേണ്ടിവരില്ല എന്ന് പറയുന്ന കണക്കുകളും പല വിധത്തിലും ഇന്ന് പുറത്തുവിടുന്നുണ്ട്. സോ ഇങ്ങനെ കെൽട്രോൺ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഏകദേശം ഒരു ക്ലോസ് ടു 100 കോടി റുപ്പീസ് ഈ ഒരു ഡീലിൽ നിന്ന് സ്വന്തമാക്കിയെന്ന് പറയാൻ സാധിക്കും. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു SRIT എന്ന് പറയുന്ന സ്ഥാപനം കോൺട്രാക്ട് സ്വന്തമാക്കിയിട്ട് ഇവർ നേരെ കെൽട്രോൺ ചെയ്ത പോലെ മറ്റ് 2 സ്ഥാപനങ്ങൾക്ക് ഈ കോൺട്രാക്ട് സബ് കോൺട്രാക്ട് കൊടുത്തു.
അതായത് കെൽട്രോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് SRIT മറ്റു 2 സ്ഥാപനങ്ങൾ കൈമാറുകയാണ്. ഇങ്ങനെ കൈമാറിയതിലൂടെ മാത്രം SRITക്ക് 9 കോടി രൂപ ഒരു മിഡിൽമെൻ എന്ന രീതിയിൽ അവർക്ക് ലഭിച്ചു. ഈ കോൺട്രാക്ട് സ്വന്തമാക്കുന്നത് തിരുവനന്തപുരം ബേസിലുള്ള ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനവും പ്രസിഡിയോ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ 2 സ്ഥാപനങ്ങളുടെയും മൊത്തമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ക്യാമറകൾ സ്ഥാപിക്കും, മറ്റൊരു സ്ഥാപനം ആ ക്യാമറകൾ സ്ഥാപിക്കാനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അറ്റകുറ്റപ്പണികൾക്കും ഹെൽപ്പ് ചെയ്യും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത് മൊത്തമായിട്ട് വരുന്ന ആ ഒരു വരുമാനത്തിൽ ഇവർ 60-40 എന്ന് പറയുന്ന രീതിയിൽ ഷെയർ സ്വന്തമാക്കും. സോ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ധാരണയിലെത്തി ഇവർക്ക് ഈ കരാർ കൈമാറുമ്പോൾ ഏകദേശം 88 കോടി രൂപ അടുത്ത് മാത്രമേ ഈ SRIT എന്ന് പറയുന്ന സ്ഥാപനം കൈമാറിയതായിട്ടും ഇന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ SRITക്ക് ആകെ ചിലവാക്കുന്ന തുകയുടെ 6% കമ്മീഷനായിട്ട് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ടോട്ടലായിട്ട് കമ്മീഷൻ വിഭാഗത്തിൽ മാത്രം SRITയും കെൽട്രോൺ എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനവും ഏകദേശം ഒരു 90 കോടി രൂപ എടുത്ത് സ്വന്തമാക്കിയെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ പറ്റിയും അറിയേണ്ടിയിരിക്കുന്നത്. കെൽട്രോണെതിരെ AI ക്യാമറ സ്ഥാപിച്ചതിൽ ആദ്യമായിട്ട് ഉയർന്നു വന്ന ആരോപണമായിരുന്നു ഈ കോൺട്രാക്ട് കൈമാറിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഡർ വിളിച്ചിട്ടാണോ കൈമാറിയെന്ന് പറയുന്ന കാര്യം. ഇതിനെതിരെ ഒരു പ്രോപ്പർ ആൻസർ ഇന്നേ വരെ കെൽട്രോണിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഇത്തരം ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ ഈ പ്രൈവറ്റ് കമ്പനീസ് ഏതെല്ലാമാണെന്നും ഈ കമ്പനീസിന്റെ ഷെയറുകൾ എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്രത്തോളം ഇതിൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും പുറത്ത് ഡീറ്റെയിൽസ് വിടണമെന്ന് പറയുന്ന കാര്യം. ഇതും കെൽട്രോണിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും റെസ്പോൺസ് വരാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, കെൽട്രോണ് എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു കോൺട്രാക്ട് കൈമാറിയതെന്നും ഈ കോൺട്രാക്ട് കൈമാറാനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് മറ്റു പല സ്ഥാപനങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന് പറയുന്ന ചോദ്യം വരുന്നുണ്ട്. നാലാമതായിട്ട് ഉയർന്നു വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോപണമാണ്, എന്തുകൊണ്ട് ഈ ഒരു കരാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല ഡീറ്റെയിൽസും പബ്ലിക്കലി അവൈലബിൾ ആകുന്ന രീതിയിൽ സർക്കാർ പുറത്തുവിടുന്നില്ല എന്ന് പറയുന്ന കാര്യമാണ്. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ കഴമ്പില്ല എന്നും ഇതെല്ലാം പടച്ചുവിടുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കെൽട്രോണിന്റെ MD ആയ N കൃഷ്ണമൂർത്തി അവർകൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ കയ്യിൽ എല്ലാം തന്നെ പ്രോപ്പർ കണക്കുകളോടെയാണ് നടപ്പാക്കാൻ സാധിച്ചത്. 5 വർഷത്തെ മെയിൻ്റനൻസിനും GST വിഭാഗത്തിലും വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാൻ സാധിച്ചത്. കൂടാതെ 4 ലക്ഷം രൂപയാണ് ഒരു ക്യാമറയ്ക്ക് വിലയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഓരോ കള്ളത്തരങ്ങൾ പുറത്തു വരുന്ന രീതിയിൽ പല ഡീറ്റെയിൽസും പുറത്തു വരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ് SRITയും മറ്റു പല സ്ഥാപനങ്ങളും കെൽട്രോണും ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു മൊത്തത്തിലുള്ള കരാറായിട്ട് കണക്കാക്കാൻ സാധിക്കും. ഈ കരാറിൽ പറയുന്ന കാര്യം, ഒരു ക്യാമറ നിർമ്മിക്കാനായിട്ട് 1,24,000 രൂപ അടുത്ത് മാത്രമേ ചെലവ് വന്നിട്ടുള്ളതാണ്. സോ കെൽട്രോണിന്റെ MD പറഞ്ഞത് 4 ലക്ഷം രൂപയാണ്. അവിടെ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം രൂപയുടെ ഡിഫറൻസ് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ 700 ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും മൊത്തത്തിൽ ഈ ക്യാമറ സ്ഥാപിച്ച് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് വെറും 80 കോടി രൂപ അടുത്ത് മാത്രമേ കോസ്റ്റ് വരികയുള്ളെന്നും ബാക്കി 150 കോടി രൂപ അത് അഴിമതി നടത്തിയെന്ന രീതിയിലുമാണ് ആരോപണങ്ങൾ ശക്തമായി മാറുന്നത്. കെൽട്രോണെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. കെൽട്രോണിന്റെ ഹിസ്റ്ററിയും അവരുടെ കുറച്ച് വർഷം മുമ്പത്തെ പ്രവർത്തനവും മനസ്സിലാക്കിയാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്കും അറിയാൻ സാധിക്കും. 2016 കെൽട്രോണെതിരെ ഓഡിറ്റിംഗ് ജനറൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, കെൽട്രോൺ നിരവധി അഴിമതി നടത്തുന്നുണ്ടെന്നും പല കോൺട്രാക്റ്റുകളും സർക്കാരിന്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കിയിട്ട് സബ് കോൺട്രാക്റ്റിൽ മറ്റു പല പ്രൈവറ്റ് കമ്പനീസിന് നൽകുന്നുണ്ടെന്നും ഇങ്ങനെ നൽകുന്നതിലൂടെ കമ്മീഷൻ വിഭാഗത്തിൽ വലിയൊരു തുക പല ഉദ്യോഗസ്ഥരും അഴിമതി നടത്തുന്നുണ്ടെന്ന രീതിയിലായിരുന്നു ആരോപണം വന്നത്. ഈ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ നിരവധി പ്രോപ്പർ ഡോക്യുമെന്റ്സും പല ചോദ്യങ്ങളും അന്ന് ഉന്നയിച്ചാണ്. 2016 ശേഷം പല ദിവസങ്ങളിലായിട്ട് പിന്നീട് പല വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് 2016 ഇങ്ങനൊരു ആരോപണം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2015 കേരള പോലീസിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കെൽട്രോൺ നടത്തിയ അഴിമതിയുടെ പേരിൽ നിരവധി വാദങ്ങൾ അന്ന് ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ച് കേരള പോലീസിന് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും അതിൻ്റെ ഡാറ്റ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി സ്ഥാപിക്കാനായിട്ട് കെൽട്രോണെ സമീപിച്ചിരുന്നു. കെൽട്രോൺ അതിന് 10 യൂണിറ്റ് വാങ്ങിക്കുവാനായിട്ട് ഏകദേശം ഒരു 35 ലക്ഷം രൂപ വില വരുമെന്നാണ് പറഞ്ഞത്. അവസാനം ഒരു നെഗോഷിയേഷൻ നടത്തിയിട്ട് 10 യൂണിറ്റിന് 30 ലക്ഷം നൽകാമെന്ന് പോലീസ് വിഭാഗം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡീല് കെൽട്രോൺ സ്വന്തമാക്കിയും ഈ ഡീൽ സ്വന്തമാക്കിയ സമയത്ത് തന്നെ മറ്റൊരു പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ കെൽട്രോൺ സംസാരിച്ച് അവരിൽ നിന്ന് ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു യൂണിറ്റ് വാങ്ങിക്കാനും 10 ലക്ഷം രൂപ മൊത്തത്തിൽ ലാഭം സ്വന്തമാക്കാനും കെൽട്രോൺ സാധിക്കുമെന്ന തരത്തിൽ അവരും ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. 2015 ഫെബ്രുവരി ആയപ്പോഴേക്കും പ്രൈവറ്റ് കമ്പനിയായ തേർഡ് എൻറ്റിറ്റി സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു കോൺട്രാക്ട് കെൽട്രോൺ സ്വന്തമാക്കിയത്. പക്ഷേ പിന്നീട് കേരളത്തിലെ DGPക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയിക്കും. ആ കമ്പനി കോൺടാക്ട് ചെയ്തപ്പോൾ വെറും 1,74,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നൽകാമെന്ന് പറയുന്ന രീതിയിൽ അവരൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് കേട്ടപ്പോൾ ഈ കാര്യത്തെപ്പറ്റി കെൽട്രോൺ അറിയിക്കുകയും കെൽട്രോൺ അവസാനം LIT എന്ന് പറയുന്ന മറ്റൊരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഡീൽ നടപ്പാക്കുകയും 3 ലക്ഷം രൂപയ്ക്ക് LITയുടെ കയ്യിൽ നിന്ന് ഈ യൂണിറ്റ് വാങ്ങിച്ച് പോലീസ് സംവിധാനങ്ങൾക്ക് നൽകിയതായിട്ടും പറയുന്നുണ്ട്. അന്ന് 1,74,000 രൂപയ്ക്ക് ലഭിച്ച യൂണിറ്റ് എന്തുകൊണ്ട് 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്. കൂടാതെ പിന്നീട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനായിട്ട് പോലീസ് നടപ്പാക്കിയ പദ്ധതിയിലും കെൽട്രോണിന്റെ പേരിൽ അഴിമതി നടന്ന രീതിയിലും ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതേപോലെ നിരവധി ആരോപണങ്ങൾ കെൽട്രോണിന് മേലെ പല കാലഘട്ടങ്ങളും ഉയർന്നു വന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പല കോൺട്രാക്റ്റുകളും സർക്കാരിനെ സ്വന്തമാക്കിയിട്ട് പ്രൈവറ്റ് കമ്പനീസിന് മറിച്ച് നൽകുകയും ഈ മറിച്ച് നൽകുന്നതിന് പോലും ടെൻഡർ വിളിക്കാതെ ഇവർ ഒരു കൃത്യമായ അഴിമതി നടത്തുന്ന രീതിയിലും ആരോപണങ്ങൾ ശക്തമായി മാറിയിരുന്നു. ഇങ്ങനെ കെൽട്രോണെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കേരളത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായി കണക്കാക്കുന്ന ഈ 232 കോടി രൂപ ചെലവഴിച്ചുള്ള AI ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കെൽട്രോൺ തന്നെ ചൂസ് ചെയ്തെന്ന് പറയുന്ന കാര്യമാണ് വളരെയധികം വിചിത്രമായി മാറുന്നത്. ഇതിനെതിരെ ഇന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സും പല പാർട്ടിയുടെ അകത്തന്നെ ലീഡേഴ്സും LDF ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അന്വേഷണം ഉണ്ടാകുമെന്ന രീതിയിലും മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും പല മേഖലകളിലും അഴിമതി കാണാൻ സാധിക്കും. വേസ്റ്റിലും അഴിമതി, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലും അഴിമതി, ഇങ്ങനെ പല മേഖലകളിലും അഴിമതി നടത്തി കോടികളാണ് പല രാഷ്ട്രീയക്കാരും സ്വന്തമാക്കുന്നത്. പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ബിനാമികളുടെ പേരിലുള്ള കമ്പനികളായിരിക്കും സർക്കാർ ടെൻഡറുകൾ പോലും സ്വന്തമാക്കുന്നത്. ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ പോലും എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആകാതിരിക്കുന്ന സമയത്ത് അത് എത്രമാത്രം ഒരു പ്രോബ്ലമായിട്ടാണ് ജനങ്ങൾക്ക് മാറുന്നതെന്ന് ആലോചിച്ചാൽ മതി. 232 കോടി രൂപ ആരുടെയും സ്വത്തൊന്നുമല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പും നമ്മൾ അടച്ച ടാക്സിന്റെയും ഭാഗമായിരിക്കുന്ന തുകയാണ്. ഈ തുകയെടുത്ത് ഒരു തരത്തിലുള്ള ഉപകാരമില്ലാത്ത പദ്ധതികൾക്ക് ചെലവാക്കുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഈ AI ക്യാമറ സ്ഥാപിച്ചാൽ കേരളത്തിലെ അപകടങ്ങൾ കുറയുമോ എന്ന് പറയുന്ന ചോദ്യം പലരും ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറേണ്ട കാര്യമാണ്. കാരണം ആദ്യം മെച്ചപ്പെട്ട റോഡും ബാക്കിയുള്ള ഗതാഗത സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് മാത്രമേ ഇത്തരം ബാക്കിയുള്ള സേഫ്റ്റി പർപ്പസിനെ പറ്റി ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പല വികസിത രാജ്യങ്ങളും പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ പലപ്പോഴും പല സർക്കാർ സംവിധാനങ്ങൾ വിദേശയാത്ര നടത്തിയിട്ട് പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പഠിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ചെറിയൊരു അംശം പോലും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് പല കാര്യങ്ങളും മാറുന്നത്. എല്ലാ മേഖലകളിലും അഴിമതി കാണാൻ സാധിക്കുന്നു. എല്ലാ മേഖലകളിലും അഴിമതി കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നവരുള്ളതും വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മുടെ നാടിന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത്? ഈ കോടിക്കണക്കിലൂടെ അഴിമതി നടത്തുന്ന രീതിയിൽ പല ആരോപണങ്ങളും ഉയർന്നു വരുമ്പോൾ ഈ ആരോപണങ്ങൾ വെറും ഒരു ആരോപണം മാത്രമായി പോകുമെന്നാണോ, ഇല്ല ഇതിൽ എന്തെങ്കിലും സത്യമുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അഴിമതി നടത്തുന്ന ആയിരക്കണക്കിന് രാഷ്ട്രീയ മുതലകളെ നമ്മുടെ രാജ്യത്തിന്റെ പല കോണിലും കാണാൻ സാധിക്കുമെന്ന് പറയുന്നതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.